നമസ്കാരം. വെൽത്ത് വിത്ത് സൗമ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. FCNR എന്നത് നമ്മൾ അടുത്തിടെയായിട്ട് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേം ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് FCNR എന്താണെന്ന് മനസ്സിലാക്കാം. ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ഡെപ്പോസിറ്റ്സ്. ഇതിലൂടെ NRIസിൽ നിന്ന് അംഗീകൃത കറൻസിയിൽ ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുന്നു. ഇത് ഒരു ലിമിറ്റഡ് വിൻഡോയിലേക്ക് മാത്രമാണ് സ്പെഷ്യൽ FCNR ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുന്നത്. അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ 30, 2026 വരെയാണ് സ്പെഷ്യൽ FCNR ഡെപ്പോസിറ്റിനുള്ള സ്പെഷ്യൽ വിൻഡോ. സാധാരണയായിട്ട് FCNR B ഡെപ്പോസിറ്റ്സ് ബാങ്ക്സ് ത്രൂ ഔട്ട് ദി ഇയർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് പലിശ കുറവാണ്. 3 to 4% ആണ് സാധാരണ ആ FCNR ഓർഡിനറി ഡെപ്പോസിറ്റ്സിനുള്ള പലിശ. എന്നാൽ സ്പെഷ്യൽ FCNR ഡെപ്പോസിറ്റ്സിന് 6 to 7.5% വരെ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഇതിനുള്ള കാരണം സാധാരണഗതിയിൽ ബാങ്ക്സ് ഫോറിൻ കറൻസിയിൽ ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുമ്പോൾ അവർക്കൊരു ഹെഡ്ജിങ് കോസ്റ്റ് വരുന്നുണ്ട്. ഈ കോസ്റ്റ് ഈ സ്പെഷ്യൽ FCNR വിൻഡോയിലുള്ള ഡെപ്പോസിറ്റ്സിന്റെ കേസുകളിൽ RBI ആ കോസ്റ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുമൂലമാണ് ബാങ്ക്സിന് ഈ ഹയർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് സ്പെഷ്യൽ FCNR B ഡെപ്പോസിറ്റ്സിന് കൊടുക്കാൻ സാധിക്കുന്നത്. എക്സാമ്പിളിലൂടെ നമുക്ക് എന്താണ് ഹെഡ്ജിങ് കോസ്റ്റ് എന്ന് നോക്കാം. ഇന്ന് $1 95 രൂപയാണെന്ന് കരുതുക. 5 വർഷത്തിന് ശേഷം ഈ $1 വില 115 രൂപയോ അതോ 85 രൂപയോ ആയിട്ടോ മാറാം. ഇത് നമുക്ക് ആർക്കും അറിയില്ല, ബാങ്ക്സിനും അറിയില്ല അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്തായിരിക്കും എന്ന്. അപ്പൊ ഈ ഒരു അൺസർട്ടനിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇതിനൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ലോക്ക് അത് ചെയ്യുന്നു. പ്രൊട്ടക്ഷന് ബാങ്ക് നൽകുന്ന ചാർജ് ആണ് ഹെഡ്ജിങ് കോസ്റ്റ് അഥവാ ഫോർവേഡ് പ്രീമിയം എന്ന് പറയും. FCNR ഡെപ്പോസിറ്റ് വിൻഡോയിലൂടെ RBI ഉദ്ദേശിക്കുന്നത് രൂപയുടെ സ്ഥിരത നിലനിർത്താനാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് വർദ്ധിപ്പിക്കാൻ 2013 ജയറാം രാജൻ RBI ഗവർണർ ആയിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് FCNR ഡെപ്പോസിറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് ഏതാണ്ട് $34 ബില്യണോളം ഇതിലൂടെ സമാഹരിക്കാൻ. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഇൻട്രസ്റ്റ് റേറ്റ് നോക്കണം. അതുപോലെ തന്നെ റിപ്പാട്രിയേഷനുള്ള കണ്ടീഷൻസ്. നിങ്ങൾക്ക് ആ ടേമിന് ശേഷം ഈ തുക ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെയാണ് അതിനുള്ള കണ്ടീഷൻസ് നോക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ ഡെപ്പോസിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ 3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എക്സിറ്റ് ആവാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിനകത്ത് എത്ര കുറവ് വരുന്നുണ്ട്, എന്ത് എക്സിറ്റ് ക്ലോസസ് എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ബാങ്കിന്റെ റിലയബിലിറ്റി ആണ്. അതായത് നമ്മളിപ്പോൾ FCNR സ്പെഷ്യൽ ഡെപ്പോസിറ്റ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 6 to 7.5% ആണ് മിക്കവാറുമുള്ള റേറ്റ്. അതിൽ തന്നെ 7 to 7.5% കൊടുക്കുന്നത് സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ് ആണ്. ലാർജ് സ്കെയിൽ പ്രൈവറ്റ് പബ്ലിക് ബാങ്ക്സ് കൊടുക്കുന്നത് 6% അല്ലെങ്കിൽ 6.5% മാക്സിമം ആണ്. അതുകൊണ്ട് ബാങ്കിന്റെ റിലയബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. RBIയുടെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് മിനിമം ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് 1 year ആണ്. 1 year പോസിബിൾ അല്ല. 1 to 3 years ബാങ്ക്സ് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റിന് കുറവ് വരുത്തും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 5 years ഉള്ള ഒരു സ്കീമിന് 6% ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ 3 വർഷം ആകുമ്പോഴത്തേക്ക് ഈ 6% എന്നുള്ളത് അതിൽ കുറയും. നിങ്ങൾ 2ാമത്തെ വർഷം വിഡ്രോ ചെയ്യുവാണെങ്കിൽ അത് അതിലും കുറയും. അപ്പൊ ആ ഒരു കണ്ടീഷൻസും ഇൻട്രസ്റ്റ് റേറ്റ്സും ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ FCNRനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അടുത്ത 3 കാര്യങ്ങളും കൂടെ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ട് വരും. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FCNR നിങ്ങൾ റിപ്പാട്രിയേറ്റ് ചെയ്യാതെ ഇന്ത്യൻ റുപ്പിയിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ബാങ്കുമായിട്ട് ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എക്സ്ചേഞ്ച് റേറ്റും 5 വർഷത്തിന് അല്ലെങ്കിൽ 3 വർഷത്തിന് ടേം കഴിയുമ്പോഴുള്ള ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റും ബാങ്കുമായിട്ട് ഒരു മ്യൂച്വൽ എഗ്രിമെന്റിൽ എത്തിക്കൊണ്ട് ഒരു ഫിക്സ്ഡ് റേറ്റിലേക്ക് കോൺട്രാക്ട് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ബാങ്കുമായിട്ട് ചെക്ക് ചെയ്യും. ഒരു ഓപ്ഷൻ FCNRനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് 20% റിട്ടേൺ ലിവറേജിലൂടെ കിട്ടുമെന്ന്. അതായത് FCNRനകത്ത് ഒരു സ്കീമുണ്ട്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് $100,000 അതായത് $1,00,000 ആണെങ്കിൽ ചില ബാങ്ക്സ് 5 to 9 times ഈ എമൗണ്ടിന്റെ ഇൻവെസ്റ്റഡ് എമൗണ്ട് 100,000 ആണെങ്കിൽ അതിന്റെ 5 to 9 times SBLC സ്റ്റാൻഡ് ബൈ ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കും. ഇതിലൂടെ ഇൻവെസ്റ്റർക്ക് 5 to 9 times ഓഫ് ദി ഇൻവെസ്റ്റഡ് എമൗണ്ട് ഇതേ ബാങ്കിന്റെ ഓവർസീസ് ബ്രാഞ്ചുകളിൽ നിന്നോ അല്ലെങ്കിൽ ഫോറിൻ ബാങ്ക്സിൽ നിന്നോ ഫെസിലിറ്റി അല്ലെങ്കിൽ ലോൺ അവൈൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു സ്ലൈഡ് ഇതിന്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അടുത്തതായിട്ട് നമുക്കൊരു ഇല്ലസ്ട്രേഷനിലൂടെ
ഒരാൾ $10,000 5 വർഷത്തേക്ക് FCNRൽ 6% ഇൻട്രസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയായിരിക്കും ആനുവലൈസ്ഡ് റിട്ടേൺ എന്നുള്ളത് നോക്കാം. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 95 രൂപ വീതം $10,000 ഇന്ത്യൻ റുപ്പീസിലുള്ള വാല്യൂ 9.5 ലക്ഷം രൂപയാണ്. 5 വർഷത്തിന് ശേഷം പലിശ കാരണം നിക്ഷേപം $13,382 വളരുന്നു. അതേസമയം രൂപയുടെ വർഷം തോറുമുള്ള ശരാശരി മൂല്യ തകർച്ച നമ്മൾ 3% കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 95 രൂപയായിരിക്കുന്ന $1 to INR വാല്യുവേഷൻ അന്ന് 110 എങ്കിലും മിനിമം ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് കഴിഞ്ഞ 16 വർഷത്തെ RBIയുടെ ഡേറ്റ നമ്മളെ. അപ്പോൾ അതായത് നമ്മൾ തുടക്കത്തിൽ 9.5 ലക്ഷം രൂപയായിരുന്നത് നമുക്ക് 14.74 ലക്ഷം രൂപ, ഏതാണ്ട് 5,24,000 ഡിഫറൻസ് അതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ ഒരു ഭാഗം FCNR പലിശയിൽ നിന്നും മറ്റൊരു ഭാഗം രൂപയുടെ മൂല്യത്തകർച്ച മൂലമുള്ള കറൻസി നേട്ടത്തിൽ നിന്നുമാണ്. ഒക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആലോചിക്കുന്ന NRIസിന് അതുപോലെ അവരുടെ ഫ്യൂച്ചർ എക്സ്പെൻസസിനായിട്ട് ഡെപ്പോസിറ്റ്സ് പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്, ഫ്യൂച്ചറിൽ മറ്റു രാജ്യങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷൻ എക്സ്പെൻസസിനോ വേണ്ടിയിട്ട് USD ആവശ്യമുള്ളവർക്ക്, അല്ലാതെ ഇൻവെസ്റ്റേഴ്സിന് ഒരു പാർട്ട് ഓഫ് ദെയർ മണി ഫിക്സ്ഡ് ഇൻകത്തിൽ പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സ്കീമാണിത്. FCNR തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പലിശ നിരക്ക്, കറൻസി റിസ്ക്, നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്നിവ വിലയിരുത്തുക. FCNR ഒരു ഫിക്സ്ഡ് ഇൻകം പ്രോഡക്റ്റ് ആണ്. ഇതൊരു വെൽത്ത് ക്രിയേഷനുള്ള പ്രോഡക്റ്റ് അല്ല. ഇക്വിറ്റി പോലെയുള്ള ഒരു റിട്ടേൺ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ, NRIs ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ കൺവേർഷൻ കോസ്റ്റ് ഉണ്ട്. ഈ ഡബിൾ കൺവേർഷൻ ഒഴിവാക്കാനായിട്ട് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ UAE നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ AED to USD കൺവേർട്ട് ചെയ്തിട്ട് USDയിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ബെനിഫിഷ്യറി ആഡ് ചെയ്ത്, അതായത് കസ്റ്റമർ ID യൂസ് ചെയ്ത് ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ NRI അക്കൗണ്ടിന്റെ കസ്റ്റമർ ID കിട്ടും. USDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബാങ്കിന് ഒരു ഇൻസ്ട്രക്ഷൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഡബിൾ കൺവേർഷൻ ഒഴിവാക്കി നിങ്ങൾക്ക് അതിലൂടെ നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് കഴിയും. എക്സ്ചേഞ്ചിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിലും നിങ്ങൾ ആ സ്വിഫ്റ്റിനകത്ത് ട്രാൻസ്ഫർ കോപ്പിയിൽ ഒരു ഇൻസ്ട്രക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ IDയും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ആ കൺവേർഷൻ പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ കൺവേർഷനുള്ള ചാർജസ് ഒഴിവാക്കാം. ഇതൊക്കെയാണ് നമ്മൾ FCNRനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത വീഡിയോയിൽ REITSനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. See you again with another video. Hope that you like this video. If you find this content useful, please subscribe. Please share your comments. See you again.